ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോണത് സ്കൂഷി ആട്ടോ. അപ്പോൾ ഞാൻ ഒരു എഗ്ഗിൻ്റെ പിക്ചറിലൊരു സ്കൂഷിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ ഒരു ഓംപ്ലേറ്റ് അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ഓംപ്ലേറ്റ് വരച്ചെടുക്കണം. അപ്പോൾ ഒന്ന് ഫുള്ള് വരച്ചെടുക്കണം കേട്ടോ. അത് നമ്മൾ ഒന്ന് വരച്ചെടുത്തതിന് ശേഷമാണ് ഫുള്ളൊന്ന് കവർ ചെയ്യേണ്ടത്. ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം എന്ത് ചെയ്യുക, അതൊന്ന് വെട്ടിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ 2 പീസ് പോലെ അതൊന്ന് മടക്കിയിട്ട് വരച്ചെടുത്തിട്ട് ഇങ്ങനെ മടക്കിയിട്ട് വരച്ചെടുക്കും അല്ലേ. ഇങ്ങനെ മടക്കി വെക്കുക, പേപ്പറൊന്ന് മടക്കിയതിന് ശേഷം എന്നിട്ട് വരച്ചിട്ട് ഇതുപോലെ വെട്ടിയെടുക്കുമ്പോൾ 2 പീസ് നമുക്ക് കിട്ടും. ഒരേ ഷേപ്പ് പോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്തൊന്ന് നടുവിലൊരു മഞ്ഞ കളർ പെയിൻറ്റ് അടിച്ചു കൊടുത്ത് എന്നിട്ട് ആ രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആ പേപ്പറില്ലേ അത് ആ പെയിൻ്റ് ഒന്ന് ഉണങ്ങിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻസുലേഷൻ ടാപ്പ് 2 സൈഡിലും ഒട്ടിച്ചു കൊടുക്കുക. 2ലും ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇത് 2ഉം കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. 2ഉം ഒരേ ഷേപ്പ് ഒരേ പാകമാണ് കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് കൊളാവും. എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം ഇതുപോലെ അതിന് ഓരോ പീസസ് പോലെ അങ്ങനെ വെച്ച് കൊടുക്കുക. സാധാ കത്രിക കൊണ്ട് ഇതുപോലെ മുറിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, രണ്ട് 3-4 ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിട്ട് നിൽക്കുന്നത് എല്ലാം ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഒന്ന് ഇതിങ്ങനെ ഒന്ന് ഒട്ടാതിരിക്കുക. മറ്റേ ഇങ്ങനെ പോകാതിരിക്കട്ടെ, അല്ലെങ്കിൽ ഫുള്ള് കൊളാവും. അതുപോലെ വീണ്ടും ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിന് ശേഷം നമുക്ക് പഞ്ഞി ഉണ്ടല്ലോ, അത് പഞ്ഞിയായാൽ കുഴപ്പമുണ്ടാവും. ഇതിനുള്ളിൽ പേപ്പർ വെച്ചാൽ തീരെ റെഡിയാവില്ല, പെട്ടെന്ന് കേട് വരും. അതിന് നമ്മൾ പഞ്ഞി വെച്ച് കൊടുക്കില്ലേ. അപ്പോൾ പഞ്ഞിയാണെങ്കിൽ ഒന്നും കൂടി നല്ല പണിയുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ടാപ്പിൽ എല്ലാതും നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. എല്ലാ സൈഡും ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, അതുപോലെ എല്ലാ സൈഡിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ പഞ്ഞി വെക്കാനുള്ള സ്പേസ് മാത്രം ഒന്ന് വിടുക. പഞ്ഞി ഇതുപോലത്തെ ഈ പഞ്ഞിൻ്റെ പകരം സ്പോഞ്ച് ആയാലും കുഴപ്പമില്ല കേട്ടോ, പഞ്ഞി വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ഷേപ്പൊന്നും മാത്രമല്ല, ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് അതുപോലെ ഈ പഞ്ഞി ഇതിൻ്റെ ഉള്ളിലോട്ട് കുത്തി നിറക്കുക. ഫുള്ള് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ സൈഡിലും ടാപ്പ് ഒട്ടിച്ചിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് അടിയിലൂടെ പുറത്തേക്ക് പോകും കേട്ടോ. ഫുള്ളുള്ളിലോട്ട് ആക്കി കൊടുക്കുക. ഫുള്ള് ആക്കി കൊടുത്തതിന് ശേഷം ആ സൈഡിൽ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് അപ്പോൾ അത്രേ ഉള്ളൂ സ്കൂഷി. നല്ല സിമ്പിളാണ് കേട്ടോ സ്കൂഷി ഉണ്ടാക്കാനായിട്ട്. എന്തായാലും ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാലും ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ല സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.